നമസ്കാരം, വെൽക്കം ടു ക്രിസ്റ്റലിറ്റി ടോക്ക്. ദിസ് ഇസ് മീ ഗായത്രി. ഇന്നൊരു പുതിയ ടോപ്പിക്കുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ചെറിയൊരു കോൺട്രവേഴ്സിയലായ എന്നാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണിത്. പെക്സ്, പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. ഒരു പിക്ചർ ഉപയോഗിച്ച് നോൺ വെർബലി കുട്ടികൾക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്താണ് പെക്സ്? വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു പിക്ചർ കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പിക്ചറുകൾ, പലതരത്തിലുള്ള പിക്ചർ ഉപയോഗിച്ച് സംസാരമില്ലാതെ തന്നെ തന്റെ ആവശ്യം മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയാണ് പെക്സ് അല്ലെങ്കിൽ പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലപ്പോഴും സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ ഓഡ് ബിഹേവിയേഴ്സ് കാണിക്കുകയും ബഹളങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആവശ്യങ്ങൾ അറിയിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ആവശ്യം പറഞ്ഞറിയിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും കഴിയാത്തതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. അവിടെയാണ് പെക്സ് പലപ്പോഴും ഉപകാരപ്രദമാകുന്നത്. സംസാരിക്കാൻ മടി കാണിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പെക്സ് ഉപയോഗിച്ച് തന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. തന്റെ ആവശ്യങ്ങൾ പേരൻസിനെ മനസ്സിലാക്കിക്കാനും അല്ലെങ്കിൽ ടീച്ചറോട് കൺവേ ചെയ്യാനും കുട്ടികൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഉദാഹരണത്തിന്, എനിക്ക് ബാത്റൂമിൽ പോകും, ഇല്ലെങ്കിൽ ടോയ്ലറ്റ് പോകണം എന്ന് കുട്ടികൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം, വെള്ളം ദാഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം, അമ്മയെ കാണണം, ഇതൊന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. ഈ സ്ഥലങ്ങളിൽ നമുക്കൊരു പിക്ചർ കാർഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഈസിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വഴി ഉണ്ടാക്കിയെടുക്കാം. അതാണ് പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റം. മറ്റ് കോൺസെപ്റ്റ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ എളുപ്പമായി നമുക്ക് പിക്ചർ കാർഡ് സിസ്റ്റം കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ പിക്ചർ കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ സൈൻ ലാംഗ്വേജസ് ഇതെല്ലാം കൊണ്ട് തന്നെ കുട്ടികളുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്നു പല പേരൻസും വിഷമിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ പല റിസർച്ചേഴ്സും കൂട്ടിയിട്ടുള്ള ഒരു സത്യാവസ്ഥ പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റം കൊണ്ട് തന്നെ കുട്ടികളുടെ വെർബൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് കൂടുതൽ സോഷ്യലൈസ് ചെയ്യാനും അവരുടെ ഓഡ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് ഒരുപാട് കം ഡൗൺ ചെയ്യാനും നമ്മൾ സാധിക്കും. പെക്സ് ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ കുട്ടികളുടെ ഫേവറേറ്റ് റീഇൻഫോഴ്സസ് എങ്ങനെയാണ് കുട്ടികളുടെ റീഇൻഫോഴ്സസ് ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലിങ്കിൽ ഇത് റെഫർ ചെയ്യാവുന്നതാണ്. പെക്സ് സിസ്റ്റം കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യാനായി നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള പെക്സ് സിസ്റ്റത്തിന്റെ ഒരു ഹോൾ സെറ്റ് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടേതായ രീതിയിൽ കുട്ടികളുടെ ഫേവറേറ്റ് ടോയ്സിനെയും അല്ലെങ്കിൽ കുട്ടികൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് എടുത്തോ നിങ്ങൾക്ക് തന്നെ പിക്ചർ കാർഡ്സ് ഉണ്ടാക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന്, ഇതുപോലുള്ള സ്ക്വയർ ഷേപ്പ് കാർഡ്സ് കുട്ടികൾക്ക് ക്ലിയറും വിസിബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുക. പിക്ചർ കാർഡ് സിസ്റ്റത്തിന് 6 ഫേസുകളുണ്ട്. ആദ്യത്തെ ഫേസിൽ നമ്മൾ കുട്ടികളെ നോക്കാനും ആ പിക്ചർ കാർഡും ഈ ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിക്കുന്നു. പെക്സിന്റെ ഒന്നാമത്തെ ഭാഗത്ത് അല്ലെങ്കിൽ ഒന്നാമത്തെ ഫേസിൽ നമ്മൾ കുട്ടികളെ ഈ കാർഡ് നോക്കാനും ഈ കാർഡിനോട് പോയിന്റ് ചെയ്യാനും ഈ കാർഡ് കൊടുത്ത സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനും കുട്ടികളെ പഠിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സ്റ്റഫ് ടോയ്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ടോയ്സ് വേണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഈ കാർഡ് ഉപയോഗിച്ച് നമ്മളുടെ ടീച്ചറിനോ ഇല്ലെങ്കിൽ പേരന്റിനോ കൊടുത്ത് ഈ സോഫ്റ്റ് ടോയ് റീഇൻഫോഴ്സ്മെന്റ് ആയി വാങ്ങിയെടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റേജ്. ഉദാഹരണത്തിന്, കുട്ടി കാർഡ് കൊടുക്കുമ്പോൾ ടീച്ചർ അല്ലെങ്കിൽ ഒരു പേരന്റ് കുട്ടിക്ക് സോഫ്റ്റ് ടോയ് തിരിച്ചു നൽകി നമ്മൾ ആ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യും. ഇത് പല രീതിയിൽ പലപ്പോൾ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഫസ്റ്റ് ഫേസിൽ നമ്മൾ കുട്ടികളെ കാർഡും ഒബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്യുന്നത്. സോഫ്റ്റ് ടോയ്സ് മാത്രമല്ല, ഭക്ഷണ കാര്യങ്ങളിലും അല്ലെങ്കിൽ വിശക്കുന്നു, ടോയ്ലറ്റ്, വെള്ളം എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ ഈവൻ ഫീലിംഗ്സ്, ഹാപ്പി, സാഡ്, ഈ ഫീലിംഗ്സ് എല്ലാം തന്നെ നമുക്ക് കുട്ടികൾക്ക് പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിലൂടെ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഈ കുട്ടികളെ ജനറലൈസ് ചെയ്യുക. അതായത് ഈ പിക്ചർ കാർഡ് അമ്മയിൽ നിന്ന് മാത്രമല്ല അല്ലെങ്കിൽ ഈ സാധനത്തിന് വേണ്ടി മാത്രമല്ല മറ്റാളുകളിൽ നിന്നും നമ്മൾക്ക് ഇതേ സെയിം റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമെന്ന് കുട്ടികളെ മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ജനറലൈസ് ചെയ്യുക എന്നാണ് സെക്കൻഡ് ഫേസിന്റെ പ്രധാന ഉദ്ദേശം. ആദ്യത്തെ ഫേസിൽ ഒരു സിറ്റിംഗ് 1-to-1 സിറ്റിംഗിലായിരുന്നായിരിക്കണം നമ്മൾ ഈ പിക്ചർ കാർഡ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫേസിൽ കുട്ടികളും നമ്മളും തമ്മിലുള്ള ദൂരം കുറച്ച് കൂട്ടിയതിനു ശേഷം ഒരു റൂമിന്റെ ഒരു കോർണറിൽ കുഞ്ഞും ഒരു റൂമിന്റെ മറ്റൊരു കോർണറിൽ നിങ്ങളും നിന്നുകൊണ്ട് കുട്ടിയോട് ഈ പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റം അതായത് ഈ പിക്ചർ കാർഡ് ചോദിക്കുക. അപ്പോൾ കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് ആയി നമ്മൾ ആ ഒബ്ജക്ട് നൽകും. അങ്ങനെ കുട്ടികൾക്ക് ജനറലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഡിസ്റ്റൻസ് മാത്രമല്ല, മറ്റു പല ആളുകളിൽ കൂടെയും തന്നെ കുട്ടികളെ കാർഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്യുക എന്നതാണ് സെക്കൻഡ് ഫേസിന്റെ പ്രധാന ഉദ്ദേശം. പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റത്തിന്റെ
മൂന്നാമത്തെ ഫേസ് കുട്ടികളെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, അതായത് വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. 2 കാർഡുകൾ ഉപയോഗിച്ച് പ്രിഫറബിൾ ആയിട്ടുള്ള 2 ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ഈ സാധനം സോഫ്റ്റ് ടോയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ കാർഡ് ബബിൾസിന് വേണ്ടിയുമെന്ന് കുട്ടികളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഈ സെഗ്മെന്റിൽ നമ്മൾ കുട്ടികൾക്ക് 2 കാർഡുകൾ അല്ലെങ്കിൽ 2 or 3 കാർഡുകൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഒന്നായി ഈ കാർഡ് നൽകിയാൽ എനിക്ക് സോഫ്റ്റ് ടോയ് ലഭിക്കുമെന്നും പകരം ഈ കാർഡാണ് നൽകുന്നതെങ്കിൽ എനിക്ക് ബബിൾ ലഭിക്കുമെന്നും കുട്ടികളെ മനസ്സിലാക്കും. അതുപോലെ തന്നെ മറ്റാളുകളുമായി നമ്മൾ ഈ കാർഡുകൾ യൂസ് ചെയ്ത് ജനറലൈസ് ചെയ്യാൻ കുട്ടികൾ പഠിക്കും. മൂന്നാമത്തെ ഈ സെഗ്മെന്റിന്റെ അവസാനം കുട്ടികളുടെ ഈ പിക്ചർ കാർഡുകൾ ഒരു ബുക്കിൽ പ്രോപ്പറായി അറേഞ്ച് ചെയ്ത് അവരൊരു ബുക്ക്ലെറ്റ് ആയി യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആപ്പ് ആയോ ഒരു സോഫ്റ്റ്വെയർ ആയോ നമുക്ക് ഐപാഡിലോ ഫോണിലോ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനോ സഹായകരമാക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കാം. സോ കുട്ടികൾക്ക് പോർട്ടബിൾ ആയി ഈ പിക്ചർ കാർഡ് എക്സ്ചേഞ്ച് സിസ്റ്റം എവിടെയും കൊണ്ടുപോകാനും പലരുമായി ഉപയോഗിക്കാനും സഹായകരമാകും. നാലാമത്തെ ഫേസ് സെന്റൻസ് മേക്കിംഗ് ആണ്. വാട്ട് യു വാണ്ട് അല്ലെങ്കിൽ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഐ വാണ്ട് എന്ന ഒരു കാർഡ് കൂടി ചേർത്ത് ഐ വാണ്ട് സോഫ്റ്റ് ടോയ് അല്ലെങ്കിൽ ഐ വാണ്ട് ബബിൾസ്, ഐ വാണ്ട് ഫുഡ്, ഐ വാണ്ട് ടു സ്ലീപ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതാണ് നാലാമത്തെ സ്റ്റേജ്. കുട്ടികളെ ഒരു സെന്റൻസിൽ ആൻസർ ചെയ്യിക്കുക കാർഡ് ഉപയോഗിച്ചോ വൊക്കാബുലറി യൂസ് ചെയ്തോ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് പെക്സിന്റെ നാലാമത്തെ സ്റ്റേജ്. ഐ വാണ്ട് എന്നുള്ള ഒരു കാർഡ് കുട്ടികളുമായി ട്രെയിൻ ചെയ്തതിനു ശേഷം വാട്ട് യു വാണ്ട് എന്ന ക്വസ്റ്റ്യന് ഐ വാണ്ട് സോഫ്റ്റ് ടോയ്, ഐ വാണ്ട് ബബിൾ എന്ന് ട്രെയിൻ ചെയ്യുന്ന രീതിയാണ് നാലാമത്തെ സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജിൽ വാട്ട് യു വാണ്ട് എന്നുള്ള ക്വസ്റ്റ്യന് അല്ലെങ്കിൽ വാട്ട് യു നീഡ് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സെന്റൻസ് ഫോമിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതാണ് പെക്സിന്റെ അഞ്ചാമത്തെ ഭാഗം. വാട്ട് യു വാണ്ട്, ഐ വാണ്ട് എ സോഫ്റ്റ് ടോയ് അല്ലെങ്കിൽ ഐ വാണ്ട് ബബിൾ എന്നൊരു പിക്ചർ കാർഡ് ഫോം ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്ത് ഒരു സെന്റൻസ് ഫോം ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ഈ സ്റ്റേജ് കുറച്ചുകൂടി ഹയർ ലെവലാണ്. ഫേസ് 6 അവസാനമായി നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യാനാണ്, കമന്റ് ചെയ്യാനാണ്. നീ എന്താ ചെയ്തത്, നീ എന്താ കഴിച്ചു അല്ലെങ്കിൽ നീ എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാണ് ഈ ഫേസിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ പല സ്റ്റേജുകളിലൂടെ പെക്സ് വളരെ എളുപ്പത്തിൽ കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ബിഹേവിയേഴ്സും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ക്രൈയിങ്ങും ബ്രേക്ക് ഡൗണും ഉണ്ടാവുന്ന കുട്ടികൾക്ക് പെക്സ് വളരെ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ്. പെക്സ് ഉപയോഗിച്ച് കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുതൽ തന്നെ കുട്ടികളുടെ ബിഹേവിയർ ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാകുന്നു. അവരുടെ ആവശ്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ സാധിക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറുമ്പോൾ അവരുടെ പല ബിഹേവിയേഴ്സും താനെ ഉണ്ടാകും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. This is me Gayatri. See you in the next video.